Hi all, welcome to this session. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സിനെ കുറിച്ചാണ്. So in this topic we will discuss periodic motion, oscillatory motion, simple harmonic motion and compound bar pendulum or compound pendulum as a simple harmonic oscillator etc. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് വി വിൽ സീ വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ ആൻഡ് വാട്ട് ഈസ് ഓസിലേറ്ററി മോഷൻ. നിങ്ങൾക്കെല്ലാം അറിയാം, പീരിയോഡിക് മോഷൻ ഈസ് നത്തിങ് ബട്ട് ദ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ. ഫോർ എക്സാമ്പിൾ, മോഷൻ ഓഫ് അവർ എർത്ത് അറൗണ്ട് ദി സൺ. The process is repeating after 24 hours. അത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. Similarly, what is oscillatory motion? So oscillatory motion is nothing but the to and fro motion about a mean position or about an equilibrium position. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുകൊണ്ട് മോഷൻ റിപ്പീറ്റ് ചെയ്ത, this is the equilibrium position and the to and fro motion about this equilibrium position is called oscillatory motion. അപ്പോൾ എല്ലാ പീരിയോഡിക് മോഷനും എന്താകണമെന്നില്ല, ഓസിലേറ്ററി മോഷൻ ആകണമെന്നില്ല. സോ ഇൻ ദ ഫിഗർ യു ക്യാൻ സീ, ഇവിടെ ഒരു കുട്ടി ഒരു ബോള് ഒരു റോപ്പ് കൊണ്ട് കറക്കുകയാണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ ആൻഡ് ഓൾസോ ദിസ് ഇസ് ദി എക്സാമ്പിൾ ഫോർ എ സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ. ദിസ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ. ഹിയർ യു ക്യാൻ സീ സിമ്പിൾ പെൻഡുലം. ഇവിടെ ആണ് നമ്മൾ ആദ്യം പെൻഡുലം ഹാങ് ചെയ്തത്, പിന്നെ പതുക്കെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്ത് നമ്മൾ ഇതിന് എന്ത് ചെയ്താണ്, ഓസിലേറ്റ് ചെയ്യുകയാണ്. സോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ ഓസിലേറ്ററി മോഷൻ. ഓൾസോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ ബിക്കോസ് ദ മോഷൻ ഇസ് റിപ്പീറ്റിംഗ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഒരു മീൻ പൊസിഷനിൽ നിന്നും ആ ഓബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുകയാണ്. ഇതൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ നിന്നും നിങ്ങളൊരു സ്പ്രിങ്ങിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് നിങ്ങളൊരു മാസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സ്പെസിഫിക് ഫോഴ്സ് കൊടുത്ത് നിങ്ങൾ മാസിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് അതെന്ത് ചെയ്യും, ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ ടു ആൻഡ് ഫ്രോ മോഷൻ, ആൾസോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ. പക്ഷേ നിങ്ങൾക്ക് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാൻ പറ്റും ദ മോഷൻ ഓഫ് സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ അല്ല. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പീരിയോഡിക് മോഷനും അതേപോലെ തന്നെ ഓസിലേഷനുമുള്ള മോഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പീരിയോഡിക് മോഷനിൽ ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. സോ യു ക്യാൻ സീ ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് എ മെഷറബിൾ പ്രോപ്പർട്ടി ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം ഡ്യൂറിങ് എ പീരിയോഡിക് മോഷൻ. നിങ്ങളൊരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ ഒരു പ്രോപ്പർട്ടി ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യും. ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ വേരിയബിൾ നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് സിമ്പിൾ പെൻഡുലം, സോ ദിസ് ഇസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങളൊരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷനിൽ നിന്ന് നിങ്ങൾ അതിനെ ഒരു ഡിസ്റ്റൻസിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടൈം ഇലോപ്സ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞ് അവസാനം അവൻ അവിടെ സ്റ്റേഷനറിയിലേക്ക് വന്ന് നിൽക്കും. സോ ഇൻ ദിസ് കേസ് ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻ ദ സ്പ്രിംഗ് മാസ് സിസ്റ്റം യു ക്യാൻ സീ ഇവൻ ഈ ഒരു രീതിയിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ദ മീൻ പൊസിഷനിൽ നിന്നും എത്രമാത്രം അവൻ മാറി നിൽക്കുന്നു, ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് യു ക്യാൻ മെഷർ. സോ ദിസ് എ മെഷറബിൾ പ്രോപ്പർട്ടി ദാറ്റ് വേരീസ് വിത്ത് ടൈം. സോ ദെൻ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ ഇവിടെ ഇവനെ ഒരു ഡിസ്റ്റൻസിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നുണ്ട്, എന്നിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞ് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും, കുറഞ്ഞ് അവൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി വേരിയസ് ടേംസ്. ഇതിലൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. പീരിയോഡിക് മോഷൻ എന്താണ്, ഓസിലേറ്ററി മോഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ദെൻ ആംപ്ലിറ്റ്യൂഡ് എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഓസിലേറ്ററി മോഷനും പീരിയോഡിക് മോഷനും ഡിസ്പ്ലേസ്മെൻറ്റും ആംപ്ലിറ്റ്യൂഡും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് യു വിൽ സീ പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. അതിന് മുന്നേ
നമ്മൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞായിരുന്നു. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദിസ് ഇസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഹിയർ ആൻഡ് ദിസ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിച്ചത്. ആ ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവും ആകാം നെഗറ്റീവ് ആകാം. ഇവിടെ നിങ്ങൾ പ്ലസ് എ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ യു ക്യാൻ മെഷർ ഇറ്റ് ആസ് മൈനസ് എ. സോ ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേമാണ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. You know what is a period? So period is the smallest interval of time after which the periodic motion repeats itself. ഞാൻ പറഞ്ഞു ഒരു പീരിയോഡിക് മോഷൻ ഒരു സമയം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര സമയം കഴിയുമ്പോഴാണ് ആ പീരിയോഡിക് മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്? ആൻഡ് ദാറ്റ് ടൈം ഇൻ്റർവെൽ ഈസ് കോൾഡ് പീരീഡ്. സോ ഫോർ എക്സാമ്പിൾ, in the case of a rotational motion, it is the time taken to complete one complete rotation. എത്ര സമയം എടുത്തു ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളതായിരിക്കും ഒരു റൊട്ടേഷണൽ മോഷൻ്റെ പീരീഡിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് എൻ ഓസിലേറ്ററി മോഷൻ, ഇറ്റ് ഈസ് ദി ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ടു ആൻഡ് ഫ്രോ മോഷൻ. അല്ലേ, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പം ഇൻ ദ കേസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, അവൻ എന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നും പിന്നെ ഓസിലേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ എത്തുന്ന സമയമാണ് നമ്മൾ ഒരു പീരീഡ് ആയിട്ട് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ടു ആൻഡ് ഫ്രോ മോഷൻ. അതെങ്ങനെ കൗണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഫ്രം ദ മീൻ പൊസിഷൻ ടു വൺ ഓഫ് ഹിസ് എക്സ്ട്രീം പൊസിഷൻ, then back to mean position, then to the extreme position in the opposite side, then back to the mean position. ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് അവൻ്റെ മീൻ പൊസിഷനിൽ നിന്നും ഒരു എൻഡിലേക്ക് പോവുക, തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരിക, തിരിച്ച് മറ്റേ എൻഡിലേക്ക് പോവുക, തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരിക. ഈ സമയമാണ് ഒരു പീരീഡ്. അതേ സമയം തന്നെയാണ് അവന് ഇവിടെ നിന്നും പോയി തിരിച്ചിവിടെ വരുന്ന സമയം. നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പത്തിന് നമ്മളിങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. പക്ഷേ തിയറി പറയുമ്പം ദിസ് ഈസ് ദി സൈക്കിൾ, വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ ഓസിലേറ്ററി മോഷൻ. അപ്പം ഒരു റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സർക്കിൾ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം. ടു ആൻഡ് ഫ്രോ മോഷൻ ആയിട്ട് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയമാണ് ഓസിലേറ്ററി മോഷൻ്റെ കേസിൽ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഫ്രീക്വൻസി? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പീരിയോഡിക് മോഷൻ മെയ്ഡ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ എത്ര പീരിയോഡിക് മോഷൻ ആ വസ്തു എക്സിക്യൂട്ട് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ പീരീഡ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ, റൈറ്റ്? ടൈം ടേക്കൺ ആണ് പീരീഡ് എന്ന് പറയുന്നത്. സോ പീരീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡാണ്. പീരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര മോഷൻ അല്ലെങ്കിൽ എത്ര പീരിയോഡിക് മോഷൻ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു. സോ എഫ് ഈസ് നത്തിങ് ബട്ട് 1 റെസിപ്രോക്കൽ ഓഫ് പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ദ യൂണിറ്റ് ഈസ് ഹെഡ്സ്. ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. സോ നെക്സ്റ്റ് ദർ ഈസ് എ ടേം വിച്ച് ഈസ് കോൾഡ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. നിങ്ങൾ ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, സപ്പോസ് ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ബി, ആഫ്റ്റർ സം പൊസിഷൻ ഇറ്റ് മൂവ്സ് ടു എ, മേക്കിംഗ് ആൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്നത് പോലെ റൊട്ടേഷണൽ മോഷനിൽ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഇസ് ആംഗിൾ സബ്റ്റെൻഡിങ് ആഫ്റ്റർ എ ടൈം ടി. അപ്പം അപ്പം സ്മോൾ ടി എന്ന് പറയുന്ന സമയത്ത് തീറ്റ എന്ന് പറയുന്നതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നിരിക്കട്ടെ. സോ ആഫ്റ്റർ എ ടൈം സ്മോൾ ടി, തീറ്റയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്ക്രൈബ് ബൈ ദ റൊട്ടേറ്റിംഗ് ബോഡി ഇൻ 1 second. ഒരു സെക്കൻഡിൽ എത്രമാത്രം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അത് സബ്റ്റെൻഡ് ചെയ്തു, അതായത് തീറ്റ ബൈ ടി, വിച്ച് ഈസ് കോൾഡ് ദി ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഓഫ് ദി റൊട്ടേറ്റിംഗ് ബോഡി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഓർ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ ഫ്രീക്വൻസി. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അലോങ് ദ ടാൻജന്റ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ചു. ഇറ്റ് ഈസ് അലോങ് ദി ആക്സിസ് ഓഫ് ദി റൊട്ടേഷൻ. അപ്പോൾ ഒമേഗയുടെ എക്സ്പ്രഷൻ ഇറ്റ് ഈസ് തീറ്റ ബൈ ടി. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന പീരീഡിൽ ഇവൻ എത്ര ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യും? അതായത് ഒരു ഓബ്ജക്റ്റ് എയിൽ നിന്നും തുടങ്ങി തിരിച്ച് എയിൽ വരുന്ന സമയം.
അത്ര ആംഗിൾ അവൻ സബ്റ്റെൻഡ് ചെയ്യും. 2π റേഡിയൻ ആയിരിക്കും അവൻ സബ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം ടി എന്ന് പറയുന്ന സമയത്ത് അവൻ 2π റേഡിയൻ ആണ് അവൻ എന്ത് ചെയ്തത്, സബ്റ്റെൻഡ് ചെയ്തത്. സോ വാട്ട് ഇസ് ദ ആംഗിൾ? സോ വാട്ട് ഇസ് ദ ആംഗുലർ വെലോസിറ്റി ഒമേഗ? അപ്പോൾ ഒരു യൂണിറ്റ് സമയത്ത് എത്ര, ക്യാപിറ്റൽ ടി സമയത്ത് 2π ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ യൂണിറ്റ് സമയത്ത് 2π/t or 2πf. 2πf. So this is the expression for angular frequency. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി മനസ്സിലായല്ലോ, യൂണിറ്റ് സമയം കൊണ്ട് എത്രമാത്രം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. സോ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റാഡ് പെർ സെക്കൻഡ് ആണ്. സോ ദ യൂണിറ്റ് ഈസ് റാഡ് പെർ സെക്കൻഡ്, റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി മനസ്സിലായി, പീരീഡ് ഫ്രീക്വൻസി ഓഫ് ദി പീരിയോഡിക് മോഷനും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദിസ് ടോപ്പിക്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ആദ്യം സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുന്നതിന് മുമ്പ് വി ക്യാൻ ഡിസ്കസ് വാട്ട് ഇസ് എ ഹാർമോണിക് മോഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാർമോണിക് മോഷൻ, നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ദ പീരിയോഡിക് മോഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സൈൻസ് ഓർ കൊസൈൻസ് ഫംഗ്ഷൻ. സൈനിനെയും കൊസൈൻ ഫംഗ്ഷനെയാണ് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോഷനിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ സൈനിൻ്റെയോ കൊസൈനിൻ്റെയോ ടേം ഉണ്ടെങ്കിൽ നമ്മൾ സച്ച് മോഷൻസ് ആർ കോൾഡ് ഹാർമോണിക് മോഷൻ. അത് നമ്മൾ എന്തെന്ന് വിളിക്കും, ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. ഇനി എപ്പോഴാണ് അവനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് ദ പാർട്ടിക്കിൾ മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഇതൊന്ന് നോക്കേ, ഹിയർ ദ പാർട്ടിക്കിൾ ഇസ് മൂവിങ് ടു ആൻഡ് ഫ്രോ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഏതാ, ബി എന്ന് പറയുന്ന പോയിന്റിനെ റിലേറ്റ് ചെയ്ത് ടു ആൻഡ് ഫ്രോ മോഷൻ അത് ചെയ്യുന്നുണ്ട്. അണ്ടർ ദി ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അവിടെ കാരണമായിട്ടുണ്ട്. സോ ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദ കേസ് ഓഫ് എ simple harmonic form, in the case of a simple harmonic motion. So if the particle moves to and fro about a fixed point under the action of a force f എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, which is directly proportional to the displacement. ഈ മീൻ പൊസിഷനിൽ നിന്നും എത്രമാത്രം ദൂരെയാണ് ആ പാർട്ടിക്കിൾ നിൽക്കുന്നത്, which is the displacement of the particle. So it is directly proportional to the displacement and which is directly proportional to, here we can take it as x is the displacement. So f is directly proportional to x from the fixed point and the direction of the force is always towards the fixed point. എങ്ങോട്ടായിരിക്കും, എപ്പോഴും അതിൻ്റെ മീൻ പൊസിഷനിലേക്കായിരിക്കും അവൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതായത് എപ്പോഴും റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ അർത്ഥം തിരിച്ച് ആ പാർട്ടിക്കിളിനെ മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഉള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഹാർമോണിക് മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. സോ ദ പാർട്ടിക്കിൾസ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് which is proportional to the displacement from the fixed point and is always directed towards the fixed point. So that you can write f is directly proportional to -x. എന്തുകൊണ്ട് നമ്മൾ മൈനസ് കൊടുത്തു, ആ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് നേരെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്കാണ്. സോ യു ക്യാൻ സേ f is directly proportional to -x. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കാം, f -kx. f -kx, where k is called force constant of a simple harmonic motion and the expression for k, നിങ്ങൾക്ക് k യുടെ എക്സ്പ്രഷൻ എഴുതാൻ സാധിക്കും. what is k? k equal to -f/x. so if you make a displacement which is equal to 1 meter or a unit displacement ഇവിടെ കൊണ്ടുവന്നാൽ you can say k is nothing but restoring force. So force constant is the restoring force acting on a body for unit displacement. നിങ്ങൾ ഈ വസ്തുവിനെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഇത്രയുമാണ് ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ചോദിച്ചത് ഇത്രയും എഴുതുക, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ.
നമുക്ക് അടുത്തതിലേക്ക് ഇനി പോകാം. സോ നെക്സ്റ്റ് ഈസ് ദ ലീനിയർ SHM ആൻഡ് ആംഗുലാർ SHM. വളരെ എളുപ്പമാണ്. ലീനിയർ SHM ഈസ് നത്തിങ് ബട്ട് ഇഫ് ദി മോഷൻ ടേക്സ് പ്ലേസ് അണ്ടർ എ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതിന് നമ്മൾ ലീനിയർ SHM എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ദി മോഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം, അവിടെ ഫോഴ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ആംഗുലാർ SHM മീൻസ് ഇഫ് ദ മോഷൻ ടേക്സ് പ്ലേസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ടോർക്ക്. റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അതിന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംഗുലാർ SHM എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, കോമ്പൗണ്ട് പെൻഡുലം, എക്സെട്ര. സോ ദീസ് ആർ ദ ടു ടൈപ്സ്, ലീനിയർ SHM ആൻഡ് ആംഗുലാർ SHM. നെക്സ്റ്റ് we have to write the differential equation of simple harmonic motion. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. അതിലെ സൈനിന്റെയും കൊസൈനിന്റെയും ടേംസ് ഒക്കെ അതിന്റെ സൊല്യൂഷൻ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്ക് പോകാം. നമുക്കറിയാം, in the case of a simple harmonic motion we have the relation restoring force is directly proportional to minus x. സോ ഇത് മാറ്റാൻ നമ്മൾ എഴുതി F equal to minus kx. F equal to minus kx. But we know F equal to ma അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് ma ആണ്. F equal to ma ആണ്. സോ അവൻ x എന്ന് പറയുന്ന ഒരു ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് it can experience an acceleration a, so that m into d square x by dt square, m into d square x by dt square. So if you substitute, so what is x? X is the equilibrium position. എന്താണ് x എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടു, ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് x എന്ന് പറയുന്നത്. സോ ദിസ് വൺ ഈസ് x. ഓക്കെ, m into d square x by dt square. അങ്ങനെയാണെങ്കിൽ നമുക്ക് f ന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് m into d square x by dt square equal to minus kx. So what is d square by x by dt square? D square x by dt square. So x is the displacement at any time t. D square x by dt square equal to minus k by m into x. Minus k by m into x. Or d square x by dt square plus k by m into x equal to 0. So this is the example for a second order differential equation. നിങ്ങൾക്ക് അറിയാം, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഏതൊരു ഇക്വേഷൻ ആണോ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്നത്, ആ ഇക്വേഷൻ എന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആയിട്ട് എഴുതാൻ സാധിച്ചാൽ, ഇതിനെ വേണമെങ്കിൽ ഇഫ് വി ഡിനോട്ട് ദിസ് കെ ബൈ എം ആസ് ഒമേഗ, കെ ബൈ എമ്മിനെ നമ്മൾ ഒമേഗ ആയിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് മാറ്റാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, sorry, we can substitute k by m equal to omega square. So omega square x equal to 0. D square x by dt square plus omega square x equal to 0, which is the equation for our differential equation for simple harmonic motion, and the omega is called the angular frequency. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ദിസ് ഫോം, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ സൈൻ omega t plus phi. This is the equation for this simple harmonic motion. A sin omega t plus phi, where phi is the phase change, omega is the angular frequency. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ
ആംഗുലർ ഫ്രീക്വൻസിയും പീരീഡും എല്ലാം ആരിൽ നിന്ന് അറിയാൻ പറ്റും? ഈ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഈ കോഎഫിഷ്യൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് എക്സിൻ്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒമേഗ സ്ക്വയർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഒമേഗയിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഒമേഗ കിട്ടും. ഒമേഗ കിട്ടിയ ഒമേഗ ഈസ് നത്തിങ് ബട്ട് 2π/t. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. d²x/dt² + ω² x = 0, where ω² = k/m, where k is the force constant, m is the mass of the particle. Hope you understand. So ഈ സെഷനിൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതുപോലെ തന്നെ പീരീഡ് എന്താണ്, ആംഗുലർ ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ പറഞ്ഞു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനും എടുത്തു. In the next session we will see compound bar pendulum as an example for simple harmonic oscillator. അതിനു മുന്നേ ഇതുവരെ ഉള്ളത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. താങ്ക് യു.